നേരത്തെ യൂസഫ് സ്വന്തം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ജോലി ചെയ്തെങ്കിൽ ഞാൻ പൊട്ടൻ എന്ന്. യൂസഫ്, ഈ കാഴ്ച കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ച ഒരു കാര്യം, എന്തുകൊണ്ട് ഇവരിതിന് നിൽക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് യൂസഫ് അങ്ങനെ എന്തുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവരൊരു നമ്മളെ ഈ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരെ, സ്റ്റുഡൻസിനെ ഇവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും ടാർഗറ്റ് ചെയ്തിട്ട് ഈ ഓരോ മാസവും സോണൽ മീറ്റിംഗ് അങ്ങനെയുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മീറ്റിങ്ങിൽ ഒരു 20 ലക്ഷം 30 ലക്ഷം ടേബിളിൻ്റെ മണ്ടയിൽ എടുത്ത് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാനാണ് ഞാൻ ഇവിടെ നിങ്ങളടുത്ത് ട്രെയിനിങ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഓരോ വാഗ്ദാനങ്ങൾ തരും. നിങ്ങൾക്ക് വീട് വെക്കണ്ടേ, ഈ കമ്പനി നിന്നാൽ വീട് വെക്കാം. അതുപോലെ നിങ്ങൾക്ക് കാറ് മേടിക്കണ്ടേ, ഈ കമ്പനി നിന്നാൽ കാറ് മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ തോനെ നെഗറ്റീവായ പിള്ളേരെ കുറിച്ചൊക്കെ ഈ ബ്രാഞ്ച് മാനേജറൊക്കെ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കമ്പനി പൂട്ടണമെങ്കിൽ അമ്മമാരെ പ്രസവം നിൽക്കണം, എന്നാലേ ഈ എൻ്റെ കമ്പനി പൂട്ടോളം എന്നാണ് അവിടുത്തെ ബ്രാഞ്ച് മാനേജറായ കെൽട്രോ ഗ്രൂപ്പിലെ GM ആയിട്ടുള്ള ഹുബേൽ KP വയനാട്ടുകാരൻ പറഞ്ഞത്. ഈ ഹുബേൽ KP അല്ലേ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മനുഷ്യൻ? അത് തന്നെ, അതാണ് ഹുബേൽ KP. ഈ പുള്ളിക്കാരൻ ഇറക്കിയ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഈ പെരുമ്പാവൂർ സ്റ്റേഷനിൽ പീഡന കേസിന് പരാതി ഒരു പെൺകുട്ടി കൊടുത്തത്. അതിന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ റിമാൻഡിന് ഇറങ്ങി. അതിനുശേഷം എല്ലാ മാസം വന്ന് ഒപ്പിടാറുണ്ടെന്ന് അവിടെ സ്റ്റേഷനിൽ നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞായിരുന്നു. എല്ലാ മാസം ഒപ്പിടാൻ വരുന്നുണ്ട് അന്നും പറഞ്ഞ് ആ പെൺകുട്ടി കൊണ്ട് പരാതി കൊടുത്തിട്ട് പോലും ഈ പോലീസുകാരന്മാർ അവിടെ പോയി അന്വേഷണം നടത്തിയില്ല. തുടർ അന്വേഷണം എന്തുകൊണ്ട് നടത്തിയില്ല? അതായത് ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരി പീഡനത്തിനിരയായിട്ടും അവിടുത്തെ തൊഴിൽ സാഹചര്യം എന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നില്ല. കാരണം അവിടെ ആ സ്ത്രീ മാത്രമല്ല, ആ ഒരു പെൺകുട്ടി മാത്രമല്ല അവിടെ കിടക്കുന്നത്. ഇതുപോലെ ഒരു 15,000 പെൺകുട്ടികൾ അവിടെ ഇപ്പോഴും നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. നിങ്ങൾക്കിത് പണിഷ്മെന്റ് എന്ന രീതിയിലാണ് എന്ന് പറഞ്ഞല്ലോ, എപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്? പണിഷ്മെന്റ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് രാവിലെ ഒരു 6 മണിക്ക് എണീക്കണം, 7 മണിക്ക് പഞ്ച് ഔട്ട് ആയിരിക്കണം. സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർക്കിളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഓരോ ഇമ്പാക്റ്റ് കാര്യങ്ങൾ, ടാർഗറ്റ് കാര്യങ്ങളൊക്കെ മുട്ടാത്തവരെ ഇങ്ങനെ വിളിച്ചിട്ട് പണിഷ്മെന്റ് രാവിലെ തരും. എന്നിട്ട് ഈ പണിഷ്മെന്റ് ഒക്കെ തന്ന് ഓരോ ദിവസവും ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6000-7000 ശിക്ഷ. എന്താണ് ശിക്ഷ? ശിക്ഷ എന്ന് പറയുന്ന 5 രൂപ കോയിൻ എടുത്ത് തറയിട്ടിട്ട് ഊതിപ്പിച്ചിട്ട് അങ്ങേറ്റത്ത് ഊതിപ്പിച്ചിട്ട് ഇങ്ങനെ അറ്റം വരെ ഊതിക്കൊണ്ടുവരണം. 5 രൂപ കോയിൻ ഒരു റൂമിന്റെ അറ്റത്ത് അങ്ങേറ്റം വരെ ഊതിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ, ഈ വീഡിയോയിൽ കാണുന്നതാണ്. ഇതൊക്കെ ഞാൻ നിൽക്കുന്നതിന് മുന്നത്തെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് വരും. ഈ പട്ടിയെ പോലെ ഇടയുന്ന ആൾക്കാരൊക്കെ അല്ലേ, അതൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് വരും. ഈ ചെയ്യിക്കുന്നത് GM എന്ന് പറയുന്ന ഈ ഹുബേൽ KP ഈ അസിസ്റ്റന്റ് മാനേജറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് ചെയ്യിച്ചില്ലെങ്കിൽ അവർക്ക് രാത്രി അടി, അവരെ രാത്രി റൂമിൽ എടുത്തിട്ട് അടിക്കും. പിന്നെ അതുപോലെ മർദ്ദിക്കും. മർദ്ദനം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാര മർദ്ദനമല്ല. പുള്ളിക്കാരൻ കൈ കിട്ടുന്ന എടുത്ത് എറിയുക, പിന്നെ അതുപോലെ തന്നെ തോർത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് അടിക്കുക, പിന്നെ അതുപോലെ തന്നെ വലിയ കമ്പിട്ട് അടിക്കുക. ഭ്രാന്തനം എന്നൊന്നും പറഞ്ഞാൽ പോരാ ഇവൻ. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. മാനേജർ ആയതിനു ശേഷമാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്, ഈ മാനേജറെ ഉപദ്രവിക്കുന്നുള്ള. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. ഈ കമ്പനി 30 വർഷമായിട്ട് നിലവിലുണ്ട്. ഇതുവരെയ്ക്കും ആരും ഈ കമ്പനിക്കെതിരെ ആരും ഇതുവരെയും വന്നിട്ടുണ്ട്. പല സ്റ്റേഷനിൽ, കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള സ്റ്റേഷനിൽ പല സ്റ്റുഡൻസുകൾ ഇതുപോലെ പരാതി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സോഷ്യൽ മീഡിയയിലോ വാർത്തയിലോ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇതിനിടയിൽ ഈ വിഷ്വലിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ, ഈ ബെൽറ്റ് ഇട്ട് നടത്തിക്കുക, പിന്നെ ചവച്ചു തുപ്പിയ ഭക്ഷണം കഴിപ്പിക്കുക. അപ്പൊ ഈ ആദ്യ സമയത്ത് ഭയങ്കര സ്നേഹം കാണിച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരുന്നത്. നമ്മളെ ഫുഡ് കഴിച്ചിട്ട് ആ പാത്രം വരെ അവിടുത്തെ മാനേജേഴ്സ് കഴുകിക്കും. ആ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും. നല്ല രീതിയിലാണ് ആദ്യം ഒരു 2 മാസം 3 മാസം വരെ ട്രീറ്റ് ചെയ്ത് നമ്മളെ ഇത് വിശ്വസിപ്പിക്കും. നമ്മളെ GM ഈ ലെവലിലെത്തി. പിന്നെ രാവിലെ മോർണിംഗ് 7 മണിക്ക് ശേഷം 1 മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. നമ്മളെ സാറ് നമ്മളെ ഉബേൽ സാറ് താഴ്ന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഇത്ര കോടി സമ്പാദിച്ച് ഉബേലിൻ്റെ ഇപ്പോഴത്തെ ആസ്തി 20 കോടിയാണ്, 30 കോടിയാണ്. ഇൻകം ടാക്സ് ഒക്കെ കയറുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറി അറിയാൻ കേട്ടോ എത്ര കോടി ഉണ്ടത്. അതുപോലെ തന്നെ എത്ര കോടി ഉണ്ടാക്കി, ഞാൻ വേണ്ട BMW കാറ് മേടിച്ച്. ഒന്നും മേടിച്ചിട്ടില്ല. ഈ മാനേജർ വഴി നമുക്ക് മോട്ടിവേഷൻ തരുന്നു. ഓരോരുത്തർക്ക് ലക്ഷങ്ങൾ റെമ്യൂണറേഷൻ കിട്ടുന്നതിന്റെ കണക്ക് ഇങ്ങനെ കാണിക്കും. പിന്നെ ടേബിളിനുണ്ടെങ്കിൽ പൈസയൊക്കെ വെച്ചിട്ട് ഇത്ര പൈസ എനിക്ക് കിട്ടി, ഇത്ര പൈസ ഞാൻ ഉണ്ടാക്കിയത് ഈ കമ്പനി നിന്നിട്ടാണ്. ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്ന, ഇതുപോലെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ. പക്ഷെ ആ നന്മയിൽ എത്തണമെങ്കിൽ 10-15 വർഷം എടുക്കാം. 10-15 വർഷം എടുത്താലും നമ്മളെ നല്ലൊരു ഭാവി പോകത്തേ ഉള്ളൂ. കളഞ്ഞിട്ട് പോകും.
ശരി. ഈ ലക്ഷങ്ങളുടെ ചെക്ക് എഴുതി കൊടുത്തിട്ട് അത് തിരികെ വാങ്ങും. ഇതെന്ന് പറഞ്ഞാൽ പ്രൊമോഷന് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന പൈസ അവർ പിടിച്ചു വെക്കും, ഒരു എമൗണ്ട് പിടിച്ചു വെച്ചിട്ട് ഈ പ്രൊമോഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ എമൗണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചിലപ്പോൾ അത് പ്രൊമോഷൻ ഒരു 5 വർഷം കഴിയുമ്പോൾ എങ്ങനെ ആയാലും 1 ലക്ഷത്തിന് പുറത്ത് എമൗണ്ട് കാണും. ആ എമൗണ്ട് ചെക്ക് എഴുതി തന്നിട്ട് പിറ്റേന്ന് ഈ പുള്ളിക്കാരൻ തന്നെ ബാക്കിൽ കൂടെ മേടിക്കും. ഇതിലേ കൊടുത്തിട്ട് പിൻവാതിൽ നിയമനമൊക്കെ പറയില്ല, അതുപോലെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പുള്ളിക്കാരൻ വേറെ ഒരു രീതിയിൽ അത് മുതലെടുക്കും. പക്ഷേ നമ്മളെ ഒരു പയ്യുണ്ട് മനാഫ് എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ 65,000 പുള്ളിക്കാരന് GPay ചെയ്ത് കൊടുത്ത് പുള്ളിക്കാരൻ അപ്പം തന്നെ നാട്ടിലോട്ട് അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ ആ പൈസ കിട്ടി. ബാക്കി എല്ലാവരും പൈസ പോയി. ഈ 10-15,000 പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഈ പണിഷ്മെന്റ് ഉണ്ടോ? അവർക്കും ഉണ്ട്. അവർക്ക് ഈ സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻ തന്നെ അവർക്കും പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ GPL എന്ന് പറയുന്ന കമ്പനിയുടെ റൂൾസ് ഇതാ, റിസൾട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് കമ്പനി റൂൾ. ഇതേപോലെ എന്നിട്ട് ഈ പണിഷ്മെന്റ് തരുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരണ്ടേ, നിങ്ങൾക്ക് എന്നെ പോലെ ആവണ്ടേ എന്നൊക്കെയാണ് പറയുന്നത്. ഈ പരസ്പരം തല്ലിക്കും എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? പരസ്പരം തല്ലിക്കും എന്ന് പറയുന്നത് ഇപ്പം ചെന്നായിക്ക് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഫുഡ് ഇപ്പം തരുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിറകെ കിടക്കില്ലേ, ആ ഒരു സംഭവം തന്നെ. ഇപ്പോൾ പ്രൊമോഷൻ തരും, നാളെ പ്രൊമോഷൻ തരും. പിന്നെ അതുപോലെ തന്നെ ഒരു സീനിയർ കാറ്റഗറിയിലുള്ള 2 ആൾക്കാരെ കൊണ്ട് കോമ്പറ്റീഷൻ വിപ്പിക്കും, പരസ്പരം ഇങ്ങനെ തല്ലിപ്പിക്കും. ഇപ്പോൾ റിസൾട്ട് കുറഞ്ഞ ഒരാളാണെങ്കിൽ സീനിയർ ലെവലിൽ ഇരിക്കുന്ന 2 പേര് കാണും. റിസൾട്ട് ഇപ്പോൾ ഒരാൾക്ക് കുറവാണെങ്കിൽ കൂടിയ ആൾ വന്ന് ചീത്തണമെങ്കിൽ പറയും, നമ്മൾ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കണം. അതായത് നമുക്ക് 2 പേർക്കും ടാർഗറ്റ് ഉണ്ട്. യൂസഫിന് ടാർഗറ്റ് എടുക്കാൻ കഴിഞ്ഞു, എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യൂസഫിന് എന്നോടുള്ള ദേഷ്യം തീർക്കാം, എന്ത് വേണമെങ്കിലും പറയാം, ചീത്ത വിളിക്കാം, ഇതൊക്കെ അവിടെ കണ്ടോണ്ടിരിക്കാൻ ആളുണ്ട്. അപ്പൊ മേഡത്തിന് ഒരു ഓട്ടോമാറ്റിക് ഒരു വാശിയും ഇതൊക്കെ കയറും. ആ വാശി കൊണ്ട് ഞാൻ ഫീൽഡിൽ പോയി അടുത്ത പ്രാവശ്യം യൂസഫിനെ തല്ലാൻ വേണ്ടി ഞാൻ എന്റെ ടാർഗറ്റ് തയ്ക്കും. അതുപോലെ തന്നെ ആ കമ്പനിയിൽ ഇപ്പൊ തന്നെ പെൺകുട്ടികളെ നല്ല രീതിയിൽ മർദ്ദിക്കും. അങ്ങനെ മർദ്ദിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ഇടയ്ക്ക് പീഡന കേസിന് പെരുമ്പാവൂർ കൊണ്ട് പരാതി കൊടുത്തത്. ഇതുപോലെ തോനെയും പെൺകുട്ടികൾ ഇങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പരാതി കൊടുത്തതിന് ശേഷം, ഈ ന്യൂസിലൊക്കെ വന്നതിന് ശേഷം. അതുപോലെ തന്നെ ഇപ്പോഴും ആ ബ്രാഞ്ചുകളിൽ പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫീൽഡിലൊക്കെ പോയാൽ ഇപ്പോൾ ഒരു ട്രെയിനിൽ ഇപ്പോൾ 30 കിലോയുടെ വേഗം തൂക്കിയാണ് ഫീൽഡിൽ പോകണം. 30 കിലോയുടെ വേഗം തൂക്കി പോയി ഫീൽഡിൽ പോയാൽ ഈ കൺസ്യൂമർ ഐറ്റംസ്, സേവന കറി പൗഡർ എന്ന് പറയുന്ന ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, നോൺ സ്റ്റിക്ക് പാൻ, അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസ് വീടുകളിലൊക്കെ വരുന്ന ആ പ്രോഡക്റ്റാണ് വരുന്നത്. ശരി. ഈ അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ 10-17 വയസ്സുള്ള കുട്ടികൾ വന്ന് ഈ കറി പൗഡർ, നോൺ സ്റ്റിക്ക് പാൻ അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഈ കുട്ടികളുടെ കഷ്ടപ്പാട് കണ്ടിട്ടും അവർ നടന്നു വരികയില്ല, അവർക്ക് മാർക്ക് കിട്ടാൻ എന്നൊക്കെ പറയും. മാർക്ക് കിട്ടാനൊക്കെ പറഞ്ഞ് അമ്മമാരെ ഫ്രണ്ടിലൊക്കെ വരാറുണ്ട്. മാർക്ക് കിട്ടണം. ശരി. അപ്പൊ അവരുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് അതേ അമ്മമാർ പ്രസവം നിർത്തിയാലേ നിങ്ങൾക്ക് ആളെ കിട്ടാതിരിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കമ്പനി പൂട്ടണം. ഈ ഹുബൈൽ എപ്പോഴും പറയാറുണ്ട്, ഈ കമ്പനി പൂട്ടണമെങ്കിൽ അമ്മമാർ പ്രസവം നിർത്തണം, അല്ലാതെ ഹുബൈലിൻ്റെ ഈ കമ്പനി പൂട്ടുവില്ലെന്ന അത്ര അവന് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ടൊക്കെ പോയപ്പം മുന്നോട്ട് പോകാൻ മിക്കുള്ളവരും അത്ര മുന്നോട്ട് വന്നില്ല. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ തോനെ ആൾക്കാർ മുന്നോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ്, പിന്നെ തോനെ ആൾക്കാർ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ ഈ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയത്. കേസ് കൊടുക്കാൻ പോയപ്പോൾ തന്നെ ഈ ഹുബൈൽ തോനെ നമ്മളെ കൊന്നുകളയും. ഹുബൈൽ 2 കോടി 6 മന്ത് കൊണ്ട് 2 കോടി ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് 1 കോടി കളഞ്ഞാൽ അത് നിന്നെ തട്ടാനെന്നൊക്കെ പറഞ്ഞ് വോയിസും കാര്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചും ഭീഷണിപ്പെടുത്തി. അല്ല പിന്നെ എൻ്റെ കൂട്ടുകാരൻ മാനേജറായിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി. ആ പുള്ളിക്കാരനായിട്ടാണ് നമ്മൾ കേസ് കൊടുക്കാനൊക്കെ പോയത്. ഭീഷണിയുടെ ഓഡിയോ സന്ദേശം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഇപ്പൊ കയ്യിലുണ്ടോ? ഇപ്പൊ കയ്യിലില്ല, ഞാൻ അയച്ചായിരുന്നു. എനിക്ക് അയച്ചിട്ടുണ്ട്. ശരി, നമുക്കത് എടുക്കുകയും ചെയ്യാം.